അല്ലല്ല ഷമാ മുഹമ്മദ് നേരത്തെ പറഞ്ഞല്ലോ ഒരു ജോൺ ബ്രിട്ടാസിന്റെ കാര്യം. നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ ക്ഷേത്രവും അതിൽ പറയുന്ന രാമനും ഈ രാജ്യത്തിന്റെ രാമനല്ല എന്ന് പ്രസംഗിക്കാൻ ജോൺ ബ്രിട്ടാസ് അല്ലേ ഉള്ളൂ. നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടോ പാർലമെന്റിനകത്ത് ആ വാചകം പറയാൻ? നിങ്ങൾ ഈ കോംപ്രമൈസ് ആയി എന്ന് പറയുന്നുണ്ടല്ലോ. ഇന്ന് ഹിന്ദുത്വ രാഷ്ട്രീയം ഏറ്റവും വലിയ സെലിബ്രേഷനും രാഷ്ട്രീയ നേട്ടത്തിനും കൊണ്ടു നടക്കുന്ന സംഗതിയാണ് അയോധ്യയിലെ ക്ഷേത്രം. അത് നിങ്ങളുടെ രാഷ്ട്രീയ പദ്ധതിയാണ്. അതിൽ ശരിയായ രാമനില്ല എന്ന് ഉറക്കെ പറയാൻ ജോൺ ബ്രിട്ടാസ് അല്ലാതെ വേറെ ഏതെങ്കിലും കോൺഗ്രസ്സുകാരുണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ഈ അഡ്ജസ്റ്റ്മെന്റ് കാര്യം പറയുന്നുണ്ടല്ലോ. അല്ലല്ല, ഒരു മിനിറ്റ് നിങ്ങൾ എന്താ പറയുന്നത്? ശരിയായ രാമനില്ലോ ഇല്ലെന്ന്. ഇവിടെ 80% ഹിന്ദുസാണ് ഉള്ളത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ രാമൻ നിങ്ങളുടെ റാം നാഥൂർ റാമാണ്. ഞങ്ങളുടെ റാം എന്ന് പറഞ്ഞാൽ ഐക്യത്തിന്റെ രാമനാണ് എന്ന് പ്രസംഗിച്ചില്ലേ ഇദ്ദേഹം? ഞാൻ പറഞ്ഞ രാമനെ തള്ളിപ്പറയുന്നതല്ല. പക്ഷേ ഇപ്പോ ഈ നടത്തുന്നത് BJPയുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് ആണെന്ന് അവിടെ പറയാൻ എത്ര കോൺഗ്രസ്സുകാരുണ്ടായിട്ടുണ്ട്? അല്ല, CPM ഒരു സൈഡിൽ SNDPയുടെ ഒക്കെയാണ്, മറ്റേ സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ സ്പീച്ച് കൊടുക്കും പാർലമെന്റിൽ. അപ്പൊ നിങ്ങൾക്ക് അറിയോ അത്? അപ്പൊ ഞങ്ങള് ശശി സംസാരിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ആരെയും കണ്ടില്ല കേട്ടോ. നിങ്ങളുടെ ആരെയും കണ്ടില്ല പ്രസംഗിക്കാൻ. നിങ്ങളുടെ ആരെയും കണ്ടില്ല. നിങ്ങൾ പറഞ്ഞു പിണറായി വിജയനും CPM-ഉം BJP-യും ആയിട്ട് ഒത്തുചേർന്നു എന്ന്. അപ്പൊ പാർലമെന്റിൽ ഇന്നത്തെ ഏറ്റവും സവിശേഷമായ ഒരു കാലാവസ്ഥയിൽ ആര് സംസാരിക്കുന്നു ആര് സംസാരിക്കാതിരിക്കുന്നു എന്നത് ഈ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് എന്തിനോടൊക്കെ സമവായപ്പെടുന്നത്? നിങ്ങളുടെ ഇപ്പൊ പറഞ്ഞ ഏറ്റവും വലിയ സീനിയർ പൊളിറ്റീഷ്യൻ ആയിട്ടുള്ള ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ MP ശശി തരൂരാണ് പറഞ്ഞത് ആ പള്ളി പൊളിക്കാൻ നിങ്ങൾ ആദ്യമേ സമ്മതിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവാക്കാമായിരുന്നു എന്ന്. ഇതാണ് നിങ്ങൾ പറഞ്ഞ സീനിയർ ആയിട്ടുള്ള വലിയ സ്കിൽഡ് ആയിട്ടുള്ള MP-മാരുടെ നിലപാട്.